സ്വർഗം, നരകം ഇത് രണ്ടും മരണാനന്തര ജീവിതത്തിൻ്റെ ഇടങ്ങളാണെന്ന് പറയാറുണ്ട്. സ്വർഗം നീതിമാന്മാർക്കും സത്യസന്ധർക്കും, നരകം പാപികൾക്കും. ഇത് രണ്ടും ഭൂമിയിലാണ് എന്ന് പറയാറുള്ളവരുമുണ്ട്. സത്യത്തിൽ സ്വർഗമായാലും നരകമായാലും എവിടെ എങ്ങനെ ജീവിക്കണമെന്നും എവിടെ പോകണമെന്നും നമ്മൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ഇത്രയും ചോദിച്ചിട്ട് നിനക്കൊന്നും പറയാനില്ലേ? എടി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? എടാ, നീ ഇങ്ങോട്ട് നോക്കിയേ. നീ പറയുന്ന കാസ്റ്റ് ഷോ ഒക്കെ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന്റെ പേരിൽ എത്ര പെട്ടെന്ന് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ വീട്ടിലെ കാര്യങ്ങൾ. അവിടെ ഈ കാസ്റ്റ് ഒക്കെ ഭയങ്കര സീനാണ്. അതൊന്നുമല്ല, അതൊരു ഓർത്തഡോക്സ് നായർ ഫാമിലിയാ. ഓഹോ, അപ്പൊ എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോഴും ഇഷ്ടമാന്ന് പറഞ്ഞ് പുറകെ നടന്നപ്പോഴൊക്കെ എവിടെയായിരുന്നു അജു? എന്നാ കേട്ടോ, അത് മാത്രമല്ല എന്റെ പ്രശ്നം. നിന്റെ പാസ്റ്റ് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിന്റെ ആ പഴയ കാമുകനില്ലേ, അവൻ എന്റെ നാട്ടുകാരനാ. നീ അവനും കൂടെ പണ്ട് കുറെ കറങ്ങിയല്ലേടി. നിന്നെ കെട്ടിക്കൊണ്ട് ഞാൻ എങ്ങനെ അവന്റെ മുന്നിൽ കൂടെ നടക്കാനാ? പറ്റത്തില്ല ശ്രുതി, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. അതായിരിക്കും രണ്ടുപേർക്കും നല്ലത്. നിന്നെ കെട്ടിക്കൊണ്ട് ഞാൻ എങ്ങനെ അവന്റെ മുന്നിൽ കൂടെ നടക്കാൻ? പറ്റത്തില്ല ശ്രുതി, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. അതായിരിക്കും രണ്ടുപേർക്കും നല്ലത്. നിന്റെ പാസ്റ്റ് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പത്തനംതിട്ട ചുട്ടിപ്പാറയുടെ മുകളിൽ നിന്നും ചാടി 24 വയസ്സുള്ള ശ്രുതി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയുടെ കാരണം പ്രണയനൈരാശ്യമാണെന്ന് ശ്രുതിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്നും പോലീസ് വ്യക്തമാക്കി. ഇന്നിപ്പോൾ ഒരാളോട് ഉണ്ട്. ഇവനൊക്കെ എങ്ങനെ ചാവായിട്ട് വന്നാൽ പോരെ? ബാക്കിയുള്ളവനല്ലയോ പണി? പിന്നെ ഇല്ലയോ, ഇവനെയൊക്കെ നോക്കിയും കണ്ട് സ്വർഗവും നരകവും തിരിച്ചു വിട്ടില്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരും. സത്യം. അടുത്ത ഇലക്ഷൻ വരട്ടെ, നമ്മുടെ കക്ഷി ഒരുത്തിനെ ജയിപ്പിച്ചിട്ട് ദൈവത്തിന്റെ പോസ്റ്റ് ചെയ്യിപ്പിക്കണം. ശരിയാ. ഒന്ന് കയറി വേണം, കുറെ നേരമായല്ലോ. കുറെ എത്ര പേര് നിൽപ്പുണ്ട്. വാ. ശ്രീജിത്ത് അല്ലേ? അതെ സാർ. അല്ല, നിങ്ങളുടെ കൊമ്പൊക്കെ എന്തിയേ? അല്ല, ഈ ഡ്രസ്സൊക്കെ കൊള്ളാലോ. ഇതെവിടുന്ന് വാങ്ങിച്ചേ? അടിപൊളി. എടാ, ഈ കാലിനാന്നൊക്കെ പറഞ്ഞപ്പോഴും കൊമ്പും വെച്ച് കറപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റൂ. നമ്മളൊന്ന് ഫ്രീക്കൊക്കെ വേണ്ട ഇവിടെ. അതുകൊണ്ടാണ് ഈ ഷർട്ട് എടുത്തത്. നമ്മുടെ കുമ്പഴ ഹിൽസ് പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള വില്ലൻസ് എന്ന് പറഞ്ഞ ഇടയിൽ ഈ ഷർട്ട് എടുത്തത്. അവിടെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അതെ, അവിടെ നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ അവിടെ അപ്പുറത്തൊരു ഡെലിവറി എടുക്കേണ്ടിരുന്നൊരു ശവം. അത് പോയപ്പോൾ അതിൻ്റെ കൂടെ 2 ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ഇത്രത്തിന് ഓർമ്മ മാറ്റൂ. ഇതെന്തുവാടോ തൻ്റെ പേരിനൂടെ ബ്രാക്കറ്റിൽ KL03 മുതുക്ക് റൈഡർ 2003 എന്നൊക്കെ കൊടുത്തേക്കുന്നേ? അത് പിന്നെ എൻ്റെ ഇൻസ്റ്റാഡിയാണ് സാറേ. ഈ ഇൻസ്റ്റൈഡി കാരണം കഴിഞ്ഞ ആഴ്ച ഇവനെ ട്രെയിനിൻ്റെ അടിയിൽ നിന്ന് വലിച്ചൂരി എടുത്തു. എടാ, ലെവർ ക്രോസ് ട്രെയിൻ വന്ന് താത്തിയപ്പോഴേ ഇവൻ അതിൻ്റെ മണ്ടയ്ക്കൂടെ ബൈക്ക് അടിച്ചതാണ്. ഇവൻ്റെ ടൈം തെറ്റിപ്പോയി. പക്ഷെ ട്രെയിനിൻ്റെ ടൈം നല്ല കറക്റ്റായിരുന്നു. ട്രെയിൻ വന്ന് ഇടിച്ചിട്ട് പോയി. നരത്തിലോട്ട് കിട്ടോ? രമേശൻ അല്ലേ? കൃഷിക്കായി ലോൺ എടുത്ത്
അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യ. ഇത്രയും തുക തിരിച്ചടയ്ക്കാനല്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? ചാടി ഇറങ്ങുന്നതല്ലല്ലോ, ഇറക്കുന്നതല്ലേ. സാധാരണമായി കൃഷിയൊക്കെ ചെയ്താ ഞാനും പോയെ. എടുക്കേണ്ടി വന്നത് കൊയ്ത്തിനനുസരിച്ച് ലാഭം കിട്ടാത്തോണ്ടാ. പിന്നെ ഇവരുടെയൊക്കെ ചായം തേച്ചടക്കുന്ന കുറെ പരസ്യങ്ങളും സാധാരണക്കാരനല്ലേ വീണുപോയി. അതെ, ചോറ് വെക്കാൻ ഒരു പറ്റരി പോലെ ഉണ്ട്. ഞാൻ എന്തോ ചെയ്യാനാണ്? കൊച്ചിന്റെ ഫീസ് പോലും അടച്ചിട്ടില്ല. നാശം പിടിച്ച ലോൺ എടുക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഇന്നത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം മേടിക്കും. നമുക്ക് എന്തേലും വഴി കാണാം. അച്ഛാ, സ്കൂളിലെ ഫീസ് അടക്കാൻ സമയം, ഒന്നും കൂടെ അടച്ചില്ലെങ്കിൽ സ്കൂളിൽ കയറ്റത്തില്ലെന്ന് ടീച്ചർ പറഞ്ഞു. നമ്മളിപ്പം ചെല്ലും, നീ തിരിച്ചു വരുമ്പോ ശരി. രമേശ, ബാങ്കിൽ നിന്നാ. അറിയാലോ, ഇപ്പൊ തന്നെ അവധി ഒരുപാടായി. ഇനി എനിക്ക് പറ്റത്തില്ല. ഇതെന്നാൽ എന്റെ റിസ്കിലാണ് എനിക്ക് അവധി ഒന്നുമില്ല. ജപ്തി അല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. ചെല്ലു. എല്ലാം കാൽ ചോട്ടിൽ നിന്ന് ഒലിച്ചു പോയത്. വിളിച്ച ദൈവങ്ങൾ പോലും കൂടെയില്ല. സർവ്വതും നഷ്ടപ്പെട്ട എനിക്ക് അവസാനം ഒരു പിടി കയറ് മാത്രമേ ഉള്ളായിരുന്നു സാറ്. പക്ഷെ ഞാൻ ചാവാൻ കാരണം ആരാണ്, എന്തുകൊണ്ടാണെന്നൊക്കെ ഇതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കും. താനി ഉദ്ദേശിക്കുന്നേ സമൂഹത്തിൽ അധികാരങ്ങളുള്ള കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് ഇതൊക്കെ അവരുടെയൊക്കെ തല കെട്ടി വെക്കുന്നതല്ലേ തൻ്റെയൊക്കെ മെയിൻ പണി. ഇവനൊക്കെ വാരി തിന്നുന്ന ചോറിന് വേണ്ടി ചേറിലിറങ്ങുന്ന കർഷകരില്ലാത്ത എന്ത് പ്രിവിലേജാണ് സാറേ യുവമാർക്കൊക്കെ ഉള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ നിയമം അനുസരിച്ച് താൻ നരകത്തിൽ തന്നെ പോകണം. അപ്പൊ സാറ് പറഞ്ഞ ഈ പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് സ്വർഗമാണോ അതോ നരകമാണോ? അതൊക്കെ നമ്മൾ നോക്കിക്കോളാം. നീ ആദ്യം അങ്ങോട്ട് ചെല്ല്. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അവിടെ ഉണ്ട് ഒരെണ്ണം. സാധാരണക്കാരന്റെ വാക്കിന് ഒരു വിലയില്ല. അവിടുത്തെ പോലെ തന്നെ ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണല്ലേ. വേറെന്തേലും ചെയ്ത് ജീവിച്ചാൽ പോരായിരുന്നോ? ഈ പറഞ്ഞ പോലെ എല്ലാ കർഷകരും ചിന്തിക്കാൻ തുടങ്ങിയ എല്ലാവരും 3 നേരം നൂഡിൽസ് തിന്നോ സാറേ? ഓ, ഇത് മറ്റേ കേസാ, പ്രേമനൈരാശ്യം, ആത്മഹത്യ. ഇന്നെല്ലാരും നരകത്തിലോട്ടാണല്ലോ. ഞാനിപ്പോ നരകത്തിലേക്കാണോ പോകുന്നത്? അതെ, ഈ ആത്മഹത്യ കേസെല്ലാം നമ്മൾ നേരെ നരകത്തിലോട്ടാണ് ഇടാറ്. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓഹോ, അപ്പൊ ഞാൻ നരകത്തിലേക്ക് പോകും അല്ലേ? എന്നെ ചതിച്ചാൽ താഴെ ഭൂമിയില് സുഖമായിട്ട് ജീവിക്കല്ലേ? അവിടെ ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ ഞാൻ നരകത്തിലേക്കോ? നോക്കൂട്ടി, ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ജോലി ഇതൊക്കെയാ. നിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യാനാ? ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവാനോ? ആർക്കും മനസ്സിലാവാൻ? ആരും മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. നീ ദൈവത്തെ കണ്ടുണ്ടോ? നിനക്ക് ദൈവത്തെ നേരിട്ട് കാണണം. നിനക്ക് പറയാനുള്ളതല്ല ഇനി അയാളോട് പോയി പറ.
നിന്റെ വിധിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. അതെ, ഞാൻ തന്നെ. താനാണോ ദൈവം? ദൈവം ഇങ്ങനെയല്ലല്ലോ. തനിക്ക് നേരത്തെ ദൈവത്തിനെ കണ്ട് മുൻപരിചയമൊന്നും ഇല്ലല്ലോ. മുൻവിധി അല്ലെങ്കിൽ ഈ മനുഷ്യന്മാരല്ല ഇങ്ങനെ. ഇതേപോലൊരു മുൻവിധി കാരണമല്ലേ താനിപ്പോ എന്റെ മുന്നിൽ വന്നിങ്ങനെ ചിരിക്കും. ഒരു പ്രണയം പരാജയപ്പെടുന്നു, അതിന്റെ പേര് ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്നു, അതിന്റെ പേര് ആത്മഹത്യ ചെയ്തു. കഷ്ടം. ഇങ്ങനെ ഫിലോസഫി പറയാനൊക്കെ എല്ലാവർക്കും പറ്റും. സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേതൊക്കെ എല്ലാവർക്കും അറിയും. എനിക്ക് നരകത്തിലും പോകണ്ട. സഹായിക്കൂ. I deserve better. ഈ തോന്നല് ഭൂമിയിലുണ്ടായിരുന്നപ്പോഴേ തോന്നിക്കൂടായിരുന്ന കുഞ്ഞെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഇപ്പൊ മരിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഭാര്യ എങ്ങനെയാണുള്ളത് എനിക്ക് കാണാം. ഓരോ നോക്കിൽ എന്നെ ഞാൻ മറന്നു നിന്നുവോ, ഓരോ വാക്കിൽ വെണ്ണിലാവ് പെയ്തിടുന്നുവോ, താനേ തമ്മിൽ ഒന്നുരുമ്മിയോ, ഏതോ നാണം മഞ്ഞു തൂവിയോ, നീ എൻ കൺപീലിയാകുമോ, നീ എൻ മൺവീണയാകുമോ, നീ എന്നുൾ താളമാകുമോ, പാടുമെന്ന് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് വൻ ഒരവസരം കൂടി തരുമോ? സ്വയമേ ജീവൻ ഒടുക്കി ഇതെല്ലാം വേണമെന്ന് വെച്ച് നീ തന്നെയല്ലേ. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നിന്റെ ശരീരവും സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എന്റെ വിധിയാ. വിധി? നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ബാക്കി പത്രമല്ലേ ഈ വിധി. ഈ വിധിയെ പഴിച്ചൊല്ലിട്ടെന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യ്, നീ നരകത്തിലേക്കൊന്നും പോകണ്ട. പകരം നിനക്കൊരു പുതിയ ജന്മം തരാം. അപ്പുറത്തെ ഗ്രീൻ റൂമിലേക്ക് ചെല്ലേ, അവിടെ നിനക്കുള്ള വേഷം എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്തിട്ടോ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്വർഗവും നരകവും ഒക്കെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ഡിസൈഡ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അത് മനസ്സിലാക്കാതെ വിധിയെ പഴിച്ചിട്ടപ്പോൾ ഒരു കാര്യമില്ല. ഭൂമിയിൽ മനുഷ്യനായിട്ടൊരൊറ്റ ജീവിതവും, സന്തോഷവും ദുഃഖവും പ്രണയവും സൗഹൃദവും നിറഞ്ഞ ഒരൊറ്റ ജീവിതം. ആ സ്വയം നശിപ്പിച്ച ചില പുനർജന്മങ്ങളിലൂടെ പിന്നെ ഇങ്ങനെ